ഇംഗ്ലീഷ് ഇതുവരെ പാച്ചില്ലല്ലേ? എന്താ ഈ നേരത്തെ ഈ വഴിക്ക്? നാടിനെ കുട്ടിച്ചോറാക്കാനുള്ള ആസൂത്രണത്തിൽ പടച്ചിറക്കിയ വ്യാജ കാഫർ സ്ക്രീൻഷോട്ടിൽ പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതോടെ വാദങ്ങൾ തീർന്ന് മുഖം നഷ്ടപ്പെട്ട നിൽപ്പാണ് CPM. സ്വാഭാവികം. രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കാൻ പറ്റാത്തത് കൊണ്ട് വർഗീയ കാർഡ് ഇളക്കി ജയിക്കാൻ പറ്റുമോ എന്ന് നോക്കിയ ഒരു ഇലക്ഷൻ പ്രചരണം മാത്രമാണ്. അതൊക്കെ ഈ PP ശശിയുടെ നാടൻ ശൈലിയല്ലോ. ഇത് പടച്ചുവിട്ടത് CPM-ന്റെ ആശയ പ്രചരണ ആയുധശാലയിൽ തന്നെയാണ് എന്ന് ഇന്നിപ്പോൾ ഇതിന്റെ പ്രതിസ്ഥാനത്ത് വരുന്ന മുഴുവൻ ആളുകളും DYFIയുടെയോ CPM-ന്റെ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകളാണ്. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പുതിയ മുദ്രാവാക്യം. പറഞ്ഞുകൂടെ? എന്താണ് റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്നത്. എന്നിട്ട് ഇവർ പറയുന്നതാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള യാതൊരു ബന്ധവുമില്ല. എന്തൊരു അസംബന്ധമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഒന്നും മനസ്സിലാവാത്തവരാണ്. അവർക്കൊരു ധാരണയുമില്ല. അസ്കറിനെ പോലുള്ള ആളുകൾ പറയുന്നതൊക്കെ വെള്ളം കൂട്ടാതെ അങ്ങ് തൊണ്ട തൊടാതെ വിഴുകുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന നിലയിൽ അത് ഒരു ജനതയെ അപമാനിക്കലാണെന്നുള്ളൊരു തിരിച്ചറിവെങ്കിലും നിങ്ങൾക്ക് ആദ്യമേ ഉണ്ടാവേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കുത്തും ആലോചിക്കണം. കുത്തും ആലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞങ്ങളിത് ആദ്യം ഒരു 2 വോട്ടിന് വേണ്ടി വർഗീയത പ്രചരിപ്പിക്കുന്നവരല്ല എന്നൊക്കെ പറഞ്ഞാൽ അസ്കറിന്റെ മുമ്പിൽ ഞാനിപ്പോ ഒരു 10ഓ 15ഓ സംഭവങ്ങൾ നിപ്പ് പറഞ്ഞുതരാം. അസ്കറിന് നിഷേധിക്കാൻ പറ്റുമോ ഈ കാര്യങ്ങൾ? എത്ര കാലമായി കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഇതുപോലുള്ള നമ്പറുകൾ, ഇതുപോലുള്ള അങ്ങേയറ്റം അപകടകരമായ പ്രചരണങ്ങൾ CPM നടത്തുന്നുണ്ട്? അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? 10 വോട്ട് കിട്ടുന്നതിന് വേണ്ടി എന്ത് വർഗീയമായ പ്രചരണവും നടത്തുന്നതിന് ഒരു മനസാക്ഷി കുത്തും ഒരു കാലത്തും കാണിച്ചിട്ടില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് CPM എന്ന് അതിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം. സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടരുതെന്ന് ആദ്യമേ പറഞ്ഞതല്ലേ? സർക്കാരിന്റെ കാര്യം ഇവിടെ പറഞ്ഞേ? ആരും പറയാതില്ല, അങ്ങോട്ട് അറിയാം. ഈ കാലത്തിനിടയിൽ പോലീസിന് ഇത് കണ്ടെത്താൻ പറ്റാത്തോണ്ടാണോ? അവിടെ തിരുവനന്തപുരത്ത് ഒരു KSRTC ബസ്സിൽ നിന്ന് കാണാതായ മെമ്മറി കാർഡ് എവിടെ പോയി ആർക്കെങ്കിലും അറിയാവോ? ഇവിടെ മുഖ്യമന്ത്രി പറയുകയാണ്. ആരാണ് മുഖ്യമന്ത്രി? കേരളത്തിന്റെ പോലീസ് മന്ത്രിയാണ്. ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നാട് മുഴുവൻ ഉറ്റുനോക്കിയ ഒരു കേസിൽ കോടതിയിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ ആ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയാം. അത് വരട്ടെ, നോക്കാമെന്ന് അവതാരതയോടെ പറയുകയാണ്. മാത്രമല്ല, അത് മാധ്യമങ്ങൾ കണ്ട അറിവേ ഉള്ളൂ എന്ന് കേരളത്തിന്റെ പോലീസ് മന്ത്രി പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കൂട്ടർക്കെതിരെ ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നില്ലെന്നാണ് ജിൻഡോ. ഇവിടുത്തെ തോന്നിവാസികളെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ എവിടുത്തെ മത്തച്ഛനാടോ? താൻ ഇതിനെ അനുഭവിക്കണോ? നോക്കിക്കോ. എന്റെ കൈക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ തന്റെ കരണക്കുറ്റി അടിച്ച് ഞാൻ ഉത്സവപ്പുറമ്പാക്കിയാലേ. ഇന്നത്തേക്ക് മതി. ഞാൻ പോകുന്നു. ബൈ ബൈ. ഗായ്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.